നല്ല രസമുണ്ട് കേട്ടോ. എന്ത് ഒച്ച കേൾക്കുന്നു, തറ വീഴോ ഒക്കെ പറയാനുണ്ട്. തണുത്തിട്ട് മൂത്രയ്ക്ക് ഞാൻ റാബ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് വാഗമൺ വ്ലോഗ്. ഓക്കെ, ഒരാൾ എൻ്റെ ഇപ്പുറത്തേക്ക് നോക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. അതെ, ഒന്ന് തിരിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. സബ്സ്ക്രൈബും കൂടെ പറയൂ. അത് പറ്റില്ല. ഇനി പുറത്ത് നല്ല കോടുണ്ട്. ഒരു ഗ്ലാസ് ഡോർ കാണിച്ചു തരാവേ. ഞാനിപ്പോൾ കാണിച്ചിട്ട് വരാം. വെയിറ്റ്. ഞാൻ പാക്ക് കഴിക്കും. ഫുള്ള് കൂടിയാണ്, ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ വണ്ടിയിൽ താഴെ തണുത്ത് മരച്ച് കിടപ്പുണ്ട്. ഫുള്ള് കാറ്റും മഴയൊക്കെ ആയിരുന്നു രാത്രിയിൽ. നമുക്ക് ഫുള്ള് ടീ പ്ലാന്റേഷനാണ് ചുറ്റും. പക്ഷേ കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതാണ് സാരം. അപ്പം താഴേക്കൊന്ന് ഇറങ്ങണം. ഞങ്ങളിപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഉള്ളത്. പക്ഷേ ഇതാണ് അവസ്ഥ. ഇപ്പം സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഞാൻ പയ്യെ താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ ഞാൻ ഒരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കി ആവേശത്തിന് പുറത്ത് കയറി കുളിച്ചതാണ്. പക്ഷേ ഭയങ്കര തണുപ്പാണ്. ഇപ്പം നല്ല തണുപ്പുണ്ട്. ചൂടുവെള്ളം ഉണ്ടായിരുന്നു, ബട്ട് എന്നാലും നല്ല തണുപ്പുണ്ട് ഇപ്പം. ഞാനൊന്ന് താഴേക്ക് പോയിരുന്നു കോട കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകണം. പിന്നെ ഒരാൾ കുളിച്ച് റെഡി ആവുന്നുണ്ട്. നമുക്ക് താഴേക്കൊക്കെ പോയിട്ട് കോട എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മേലത്തെ നിലയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ താഴേക്ക് പോവുകയാണ്. അതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ്. നമ്മൾ കയറി വരുന്നത്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാണാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നേരെ താഴേക്ക് പോവാം. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച റൂമല്ല, വീട്. നമുക്ക് ഫുൾ കോട. അവിടെയൊക്കെ ആക്ച്വലി പ്രോപ്പർട്ടീസ് അവർ പണിയുന്നുണ്ട്. ഈ എയർബിഎൻബി പോലെ ആണെന്ന് തോന്നുന്നുണ്ട്. അതോ റിസോർട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അവരെന്തൊക്കെയോ പണിയുന്നുണ്ട്. പക്ഷേ കോട കാരണം ഒന്നും കാണാൻ പറ്റില്ല. കണ്ടോ, ചെറിയ നിഴൽ പോലെ എന്തൊക്കെയോ കാണാൻ പറ്റും. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു പൂളുണ്ട്. പക്ഷേ ഈ കോടയും മഞ്ഞൊന്ന് മാറിയിട്ട് വേണ്ട ഈ പൂളിൽ പോയിട്ടൊന്ന് ചാടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പൂളിൻ്റെ മോഹം അവസാനിപ്പിച്ചു. പൂളിൽ ചാടുന്നില്ല എന്ന് വെച്ചു. പിന്നെ കണ്ടോ, അവിടെ മൊത്തവും ടീ പ്ലാന്റേഷനാണ് കേട്ടോ. അങ്ങോട്ടേക്കും ടീ പ്ലാന്റേഷനാണ്. ആക്ച്വലി ആ വ്യൂ ഒക്കെ കാണാമല്ലോ എന്ന് കരുതി വന്നത്. പക്ഷേ ഈ കോട കാരണം ഒരു വഴിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. ഇവിടെയൊക്കെ ഫ്രണ്ട്സ് ആരും എണീച്ചിട്ടില്ല. അവരൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഉറക്കമാണെന്ന്. ഉറക്കം മീൻസ് ഇപ്പോൾ ഒരു ഏകദേശം 10 മണിയൊക്കെ ആയി. കണ്ടോ, ഇതൊരു എയർബിഎൻബി സെറ്റപ്പ് പോലെയാണ് കേട്ടോ. എയർബിഎൻബി എന്ന് പറയാൻ പറ്റത്തില്ല, ഡാഫോഡിൽസ് എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഇവിടെ മൊത്തം പ്ലാന്റേഷനാണ്. അടുത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഐ തിങ്ക് ഇവിടെയൊക്കെ അട്ട കാണാൻ വഴിയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്തായാലും വാഗമണ് വന്നതല്ല. എന്നിട്ട് നമ്മൾ ക്ലൈമറ്റ് ആസ്വദിക്കാണ്ട് പോയാൽ എങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓവറാക്കി രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞല്ലോ. കുളിച്ചു. ഈ കോടുള്ള സമയത്ത് നല്ല സുഖം കേട്ടോ. പുറത്തിറങ്ങിക്കാൻ നല്ല തണുപ്പുണ്ട് നമുക്ക്. കണ്ടോ, അതാട്ടോ ഞങ്ങൾ താമസിച്ച്. ഞങ്ങൾ മേലെ 2 പേര് മേലെ 2 പേര് താഴെ അങ്ങനെയാട്ടോ താമസിച്ചതൊക്കെ. ഇനിയിപ്പോൾ ഞങ്ങൾ എപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ചെക്ക് ഔട്ട് ടൈം 12 മണിയാണെന്ന്. ഒരു 12 മണി സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി പോകണമെന്നാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ 4 ഫ്രണ്ട്സാണ്. ദേവിക, ചന്ദന, നീതു എൻ്റെ കൂടെ CMSൽ ഒന്നിച്ച് ഞങ്ങൾ MBA പഠിച്ചതാണ്. പിന്നെ ചന്ദന, ദേവിക ഞങ്ങൾ ഒന്നിച്ച് ഞാൻ ജോലിക്ക്
എറണാകുളത്തേക്ക് വന്നപ്പോൾ അങ്ങനെ റൂംമേറ്റ്സ് ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളൊരു ബോണ്ട് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാട്ടോ നീവും ഞങ്ങളുടെ റൂമിലേക്ക് താമസിക്കാൻ വേണ്ടി വന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നാലും കൂടെ ഭയങ്കര കമ്പനിയായി. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം ഞങ്ങളുടെ ഹസ്ബൻഡ്സായി. ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും ഓരോ വർഷമായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ എപ്പോഴും പറയും ഇയർലി വൺസ്. നമ്മളിപ്പോൾ പലരും പലയിടത്താണ്. അപ്പോൾ ഞാനും നീതും കൊച്ചിയിലുണ്ട്, പക്ഷേ ചന്ദന കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. വീടും അവളുടെ കോഴിക്കോടാണ്. പിന്നെ ദീപിക വീട് പാലക്കാടും, അല്ല ചന്തുവിൻ്റെ വീട് പാലക്കാടും അവളുടെ വീട് പാലയാണ്. പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പം എല്ലാവരും കൂടെ ഒത്തു കിട്ടുന്നത് വളരെ റെയറായിരിക്കും. അപ്പം നമ്മൾ എന്തായാലും പറഞ്ഞുകൊണ്ട് ഇയർലി വൺസ് നമ്മൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് കൂടണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് കൂടിയത് എനിക്ക് തോന്നുന്നല്ല, മീൻസ് എൻ്റെ ബ്രൈഡൽ ഷവറിനായിരുന്നു. കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഞങ്ങൾ കൂടിയത്. അതിനുശേഷം പിന്നെ എല്ലാവർക്കും ഒരേപോലെ സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നാളെടുത്തു. ഇപ്പോൾ ജൂലൈ ആയി, അപ്പം ജൂലൈ ലാസ്റ്റായി. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സമയം കിട്ടുന്ന പോലെ നമ്മൾ എടുക്കാമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തിട്ട് എടുത്തതാണിത്. ഇപ്പം ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഒരു ജെൻസി വരുന്നുണ്ട് വെളുപ്പങ്കാലത്ത്. ജെൻസി 2 വാക്ക് പറയാനുണ്ട്. തണുത്തിട്ട് മൂത്രയ്ക്കാൻ റാബ് എനിക്ക് ഞാൻ വയനാട്ടുകാരനായിട്ട് മണ്ണിനോടും മരങ്ങളോടും മല്ലിട്ടാണ് ഞങ്ങൾക്കൊന്നും ഈ കോട വലിയ സംഭവമല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ മൊത്തം ജാക്കറ്റ് ഇട്ടാണ് കിടന്നത്. ആദ്യം അവിടെ ഒരാളുണ്ട്, ചന്തു. നിന്റെ ഭാര്യയുടെ അപ്പൊ അവരും എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഇല്ല അറിഞ്ഞൂടാ അപ്പം ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി, കട്ടൻ കിട്ടുന്ന പരിപാടി അതൊക്കെ നോക്കട്ടെ. മണി 9 കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ടേക്ക് പോകാം. എവിടാ പോകുന്നത്? നമ്മുടെ വണ്ടി മരവിച്ച് കിടക്കുന്നു. വണ്ടി കുറച്ചാൾ കൂട്ടിയിട്ട് വെള്ളം കിട്ടും. കണ്ടോ അവിടെയൊക്കെ നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലുണ്ട്. നോട്ട് ഷുവർ ഇവിടെ അട്ടയുണ്ടോ. അട്ടയുടെ കടി കൊണ്ടാൽ മിക്കവാറും ഞാനിവിടെ കിടക്കത്തേ ഉള്ളൂ. കണ്ടോ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആക്ച്വലി കണ്ടോ ഒരു ഊഞ്ഞാലുണ്ട്. നമുക്കിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആടാൻ പറ്റും. വെയിറ്റ്, ഒരു കട്ടനൊക്കെ കിട്ടി ഇങ്ങനെ ഇരുന്ന് അടിപൊളിയായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ. എന്ത് വച്ച് തറ വീഴോ കിടുകിടോ. അപ്പം നിന്നു കേട്ടോ. ജാക്കറ്റ് ഇട്ട് എടുത്ത് ഇറങ്ങേണ്ടതായിരുന്നു. ഇനി ഞാൻ പൂളിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ട്. അതായത് അട്ട കടിക്കുമെന്ന് പേടിച്ചിട്ടുള്ള വേറൊന്നുമില്ല. ഞാൻ ഇച്ചനോട് വിളിക്കട്ടെ. ഇച്ചാ ഓക്കെ. അപ്പോൾ പൂള് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂള് കാണാൻ പോകണം. നല്ല തണുപ്പ് കേട്ടോ. അതറിഞ്ഞോളാം. വീണ നമ്മളുടെ കൂടെ ഒന്നിച്ചിടും. ഇനി ബാക്കാൻ പറ്റും. കൂട്ടിന് വിളിച്ചുകൊണ്ട് വന്ന ആളാണ്. കണ്ടോ അവിടെ പൂളുണ്ട്. നമുക്ക് പൂളിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അട്ട ഉണ്ടോ എന്ന് ആണ് പേടി. എന്താ അതെങ്ങനെ മനസ്സിലാവും? അയ്യോ അത് ഞൊളപ്പായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ അട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ഈ ടീ പ്ലാന്റേഷൻ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ കാലയിൽ ഇത്ര പെട്ടെന്ന് കീറും? നമ്മൾ ആക്ച്വലി ഇങ്ങനെ നടക്കുമല്ലേ, അപ്പം പിന്നെ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓ മൈ ഗോഡ്. ഇവിടെ ഒരു കുളം പോലെ സെറ്റപ്പ് ഉണ്ട്.
പൂളിട്ടാ. ഒരു പേടി ഇല്ലാതില്ല. പക്ഷെ ഞങ്ങൾ ഇതെന്താ നിന്റെ കാലിലുണ്ട്, എനിക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ പാൻസ് ആയതുകൊണ്ട് ഇവിടെ കണ്ടു ഇങ്ങനൊരു പൂളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൂൾ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുവാണെന്ന് കണ്ടു. അവിടെ എന്തൊക്കെയോ അവർ പണിയുന്നുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ പണിയുന്നുണ്ട്. കണ്ടോ ട്യൂബൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് നോ കാര്യം. നീ ഇവിടെ പാറ അയച്ചാ എനിക്ക് തോന്നുന്നുണ്ട് ഇവര് പാറ പൊട്ടിച്ചിട്ട് പൂള് പണിയാണ്. മേലെ കേട്ടോ നമ്മുടെ വീട്. നമ്മുടെ വീടല്ല, നമ്മൾ താമസിക്കുന്ന വീട്. ഇത് നമ്മുടെ പൂളുടെ ഏരിയ. അവിടെ വേറെ ബിൽഡിങ് വരുന്നുണ്ട്. പിന്നെ അവിടെ ബിൽഡിങ് വരെ നമുക്ക് വീണ്ടും വരും. പക്ഷെ കോട കാരണം നമുക്ക് വേറെ കാണാൻ പറ്റില്ല. ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴി കാണാം. ഓക്കെ വരണ്ടേ, അതിപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കണ്ടേ? ആരോടാ ചോദിക്കണ്ടേ? കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിനോട് ചോദിക്കണോ? എടാ ഒന്ന് തെളിഞ്ഞിരുന്നു. എന്താ നീ കൊടയൊക്കെ ചെയ്യണേ? ദേവു 2 വാക്ക് സംസാരിക്കും. തണുപ്പുണ്ടായിരുന്നോ? എന്താ നിന്റെ കുട്ടിയോട് മുഖം കാണിക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ വ്ലോഗാണ്. ഓ എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി, പൂളിൽ പോയി, താഴെ പോയി, ഞാനും ജിതിനും കൂടെ. ആ പിന്നെ അവൻ 2 ചാട്ടം ചാടിയിരുന്നു ക്ലോസറ്റിനകത്തോട്ട്. എൻ്റെ അടുത്ത അലവലാതി ഫ്രണ്ട് വന്നിട്ടുണ്ട്. മനോഹർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. ഓ അവിടെ പോയോ? എങ്ങനെയുണ്ട്? ഞാൻ വലിയ വേദമൊന്നും അല്ല, രസമുണ്ട്. ഞാൻ ഈ റിസോർട്ട് പ്രൊമോട്ട് ചെയ്യാണോ അല്ലെങ്കിൽ അല്ല, അവിടെ പണി നടക്കുന്നുള്ളൂ. അപ്പം ചെയ്ത് തരുമ്പോൾ നന്നായിട്ടുണ്ട്. നിന്റെ സന്താനമുണ്ടോ? തണുപ്പുണ്ടോ ചന്ദന? ഇപ്പൊ പ്രശ്നമില്ല. ഞാൻ കൺവീനിയന്റ് ആയിട്ടാണോ നിൽക്കുന്നത്? ഞാൻ കൺവീനിയന്റ് അല്ല, കംഫർട്ടാ. അല്ല, എന്റെ കംഫോർട്ട് താഴെ പോയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് വന്ന സമയത്ത് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. ഒരു രാത്രിക്ക് കുളിച്ചോണ്ടാന്നുണ്ട് നമുക്ക് ആ തണുപ്പ് സെറ്റ് ആയിട്ട് അങ്ങനെ വലിയ തണുപ്പില്ല. എന്നാ ഒരു മുഖം സുഖമില്ല, അല്ലേ? സമാധാനമുണ്ട്, തലവേദനയില്ല. ഓക്കെ, നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താന്നല്ലോ അറിയോ? വിലകനുണ്ടാവാൻ സാധ്യതയില്ല. നീയല്ലേ പ്രമോട്ട് പോയി നോക്കാം. ആ ഒന്ന് കോട തെളിഞ്ഞിട്ടുണ്ട് ഇപ്പം. ഇതാട്ടോ ഞങ്ങൾ നിന്ന പ്രോപ്പർട്ടി. ആ നിൽക്കുന്നതാണ് നീതും അരവിന്ദും. അവർ ഓൾസോ വീഡിയോ എടുക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മൂടൽ കാരണം ഒന്നും കാണാൻ ആയിരിക്കും. താഴ്വര കയറി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ റെഡിയായി ഇറങ്ങായി. അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പം ഇന്നത്തെ ഇവിടുത്തെ ഏകദേശം ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഒരു 11:30 ആയി. അപ്പം ഞങ്ങളിവിടുന്ന് ഇറങ്ങായിട്ടോ. അപ്പം ഇനി പോകുന്ന വഴി ഉള്ള വിശേഷങ്ങൾ ബാക്കി പുറകാലം കാണാം. ഓക്കെ. ഒരു ചേച്ചി ദേ അവിടെ നിന്ന് തേയില നുള്ളുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോടയൊക്കെ മാറി നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരെന്നിട്ടും തേയില നുള്ളുന്നുണ്ട് കേട്ടോ. വാവ്. അങ്ങനെ ഞങ്ങൾ ഇതേ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് ഇറങ്ങാവണം. ഞങ്ങൾ വന്ന പോലെ തന്നെ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന വഴിയും നമുക്ക് നല്ല കോട കിട്ടി. പിന്നെ കുറച്ച് നേരം ഓഫ് റോഡും ആയിരുന്നു. അപ്പം ആ വരുന്നതായിരുന്നു കേട്ടോ നീതുവിൻ്റെയൊക്കെ വണ്ടി. എന്താ എന്ത് വിളിഞ്ഞു നോക്കുന്നു? നമ്മൾ ഇറങ്ങായി.
തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾക്ക് നല്ല കോട കിട്ടി കേട്ടോ. നോക്ക്, റോഡ് കാണാത്ത പോലെ രീതിക്ക് കോടയായിരുന്നു. ആകെ ഒരു വിഷമം നമുക്ക് ഈ കോട കാരണം സ്ഥലങ്ങളൊന്നും അധികം കാണാൻ പറ്റിയില്ല. പക്ഷേ ക്ലൈമറ്റ് ഇറ്റ് വാസ് ഓസം, ഒന്നും പറയാനില്ല, ഭയങ്കര ക്ലൈമറ്റാണ്. ഇപ്പോൾ ഒന്ന് കോട തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് ക്ലൈമറ്റൊക്കെ അനുഭവിച്ചറിയാൻ പറ്റത്തില്ല, അതുപോലെ തണുപ്പായിരുന്നു. ഈ ക്ലൈമറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ 6-7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ എന്നല്ലേ? അല്ല കേട്ടോ, ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് വിഷമം തുടങ്ങി. ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് തപ്പിയാണ് നോക്കുന്നത്. പക്ഷേ ഈ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് എങ്ങും ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കിട്ടിയില്ല. പക്ഷേ നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് വ്യൂ കിട്ടി. ഇങ്ങനെ എടുത്ത് നടക്കണം, അതുകൊണ്ടല്ലേ എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത്. അതുകൊണ്ട് മാത്രമല്ലേ ഞാൻ അധികം ഒരു ഫ്രീഡം ഉണ്ടോ? എനിക്ക് അറിഞ്ഞോളൂ. ഇപ്പൊ ചോദിക്കുമ്പോൾ അവർ പറയുമായിരിക്കും ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇതേ കഴിക്കാൻ ഒരു സ്പോട്ട് കിട്ടി കേട്ടോ. അവിടെ കയറി നല്ല ഊണ് കഴിച്ചു ഞങ്ങൾ. അപ്പം അങ്ങനെ ഇതേ കഴിക്കാൻ കയറിയ ആൾ ലാസ്റ്റ് വിളമ്പി തുടങ്ങി അവിടെ നിന്നിട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹോട്ടലാണ്. അല്ല കേട്ടോ, RDO ഹോട്ടൽ. അവിടെ ഇരുന്ന് കറുപ്പാത്തും വിളമ്പി നിറപ്പുണ്ട്. ദേ എൻ്റെ സ്വന്തം ഭർത്താവ്. അങ്ങനെ ഞങ്ങൾ കൊച്ചി ഫ്ലാറ്റ് എത്തി. അപ്പോഴേക്കും ചന്ദനയ്ക്കൊക്കെ ഇറങ്ങാൻ നേരമായി. അങ്ങനെ അവരെ ടാറ്റ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. ദേവും ചന്തവും ഇന്ന് ഇവിടെ തന്നെയുണ്ട്, അവർ പോകുന്നില്ല. അപ്പോൾ ചന്ദന ടാറ്റ പറഞ്ഞിട്ട് വരാട്ടോ. അത് സത്യ പേട്ട് ചന്ദന എന്തി അവളല്ലേ പോണെന്ന്? അവൾ പോണില്ല തോന്നുന്നുണ്ട്. വീട്ടിൽ വരെ സേഫായിട്ട് എത്തിക്കോ ചോദിക്ക്. സേഫായിട്ട് എത്തിക്കും. അല്ലു ഓടി വണ്ടി കിട്ടും പറഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ ബൈ. അപ്പം നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മളിത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടുത്തെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ റൂമെത്തി. അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് മീറ്റപ്പ് വരുന്നത് മേ ബി ആഫ്റ്റർ 1 ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആ ഒരു ഗ്യാപ്പിൽ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ 4 പേരും ഒന്നിച്ച് കൂടിയില്ലെങ്കിലും ചിലപ്പോൾ 1-2 ഫ്രണ്ട്സ് അങ്ങോട്ടും കൂടി കൂടി ചെയ്യും. പക്ഷേ ഈ 4 പേരും ഒന്നിച്ച് കൂടെയുള്ളൊരു ഗ്യാപ്പ് മേ ബി ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് പറയാൻ പറ്റില്ല എത്ര നാളെടുക്കും. ഈ 4 പേരുടെ ലീവും കാര്യങ്ങളും, 4 പേര് മാത്രമല്ല, ഈ 4 പേര് ഹസ്ബൻഡ്സിൻ്റെ ലീവും എല്ലാം നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലൊരു ദിവസം ഇപ്പോഴും ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പം ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ബൈ. സോ അതിന് മുന്നേ മറക്കരുത്, നിങ്ങൾ വീഡിയോ കാണുന്നതനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോസ് ഇടാനൊരു എന്താ പറയേണ്ട ഒരു മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനലിൻ്റെ നെയിം മറക്കണ്ട, JR Diaries ബൈ ജിതി, റിറ്റി ആൻഡ് ജിതിൻ. ആൻഡ് സോ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്, ദെൻ ബെൽ ബട്ടൺ കൂടെ അമർത്തി. അപ്പോൾ ഓക്കെ, ബൈ, സി യു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.